പ്യാരെ ബച്ചോ ആദാബ്. എല്ലാ കൂട്ടുകാർക്കും ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട വിഷയമായ ഗസൽ എന്ന ഷാഹിരി സിൻഫിനെ കുറിച്ചാണ്. ഗസൽ എന്നുള്ളത് ടോപ്പിക്ക് എന്തായാലും ഈ ടോപ്പിക്കിൽ ഒരു 4 മാർക്ക് ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ കൂട്ടുകാരെ, ഗസൽ എന്ന പാഠഭാഗത്തിൽ നിന്ന്, ഗസൽ എന്ന വിഷയത്തിൽ നിന്ന് ചോദ്യം എങ്ങനെ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ക്ലിയർ ആണോ? നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള ചോദ്യം വരാമെന്നുള്ളത്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ദിൽ ഹി തുഹേ നസംഗ് വഹിസ്ത് ദർദ് സേ ബർന ആയേം ക്യൂം എന്ന് തുടങ്ങുന്ന ഗസലിൻ്റെ വരിയാണ്. എഴുതിയിരിക്കുന്നത് മീർസ ആലിബാണ്. മീർസ അസദുല്ല ഖാൻ ആലിബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. എന്തൊക്കെയാണ് ഗസലിൻ്റെ പ്രത്യേകത? ഉറുദു ഷാഹിരി സിൻഫിൽ ഒരുപാടുണ്ട്. ഗസലുണ്ട്, മസ്നവി ഉണ്ട്, മർസിയ ഉണ്ട്. ഇതിൽ ഗസൽ എന്ന ടോപ്പിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഗസൽ ആപ്കി ഫർമായിഷ് എന്ന ഗസലിലെ വരികളാണ് കൈദേ ഹയാത്ത് വബന്ദേഹം അസ്ലിമെ ദോനോം ഏക് ഹേ എന്നുള്ള വരികളൊക്കെ. അത് ദിൽഹി തുഹേ നസംഗ് വഹിസ്ത് എന്ന ഗസൽ തുടങ്ങുന്നത് ആപ്കി ഫർമായിഷ് എന്ന ഗസലിൽ നിന്നുള്ള വരികളാണ്. എഴുതിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ആലിബാണ്. എന്താണ് ഗസലിൻ്റെ ഖുസൂസിയാത്ത്, പ്രത്യേകതകൾ നോക്കാം നമുക്ക്. ഗസൽ ഉറുദു ഷാഹിരിക്ക് ആബ്രൂഹേ. ഗസൽ എന്നുള്ളത് ഉറുദു കവിതയുടെ ഒരു അഭിമാനമാണ്. ഞാൻ പറഞ്ഞു ഉറുദുവിൽ ഒരുപാട് ഷായരി സിൻഫുകളുണ്ട്. അതിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ഷായരി സിൻഫാണ് ഗസൽ എന്നുള്ളത്. അതേപോലെ ഗസൽ ഉറുദു കി ജാൻ ഹേ. അടുത്ത സെൻറ്റൻസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റണം. ഗസലിനെ കുറിച്ച് ഒരു നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റണം. അടുത്ത സെൻറ്റൻസ് ആണ് ഗസൽ ഉറുദു കി ജാൻ ഹേ. ജാൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ. ഗസൽ ഉറുദുവിൻ്റെ ജാൻ ഹേ, ജീവനാകുന്നു. അതേപോലെ ഗസൽ ഇഷ്ക് കി കഹാനി ഹേ. ഗസൽ എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ എന്താണ് ഒരു കഥ രൂപത്തിലാണ് എവിടെ അവതരിപ്പിക്കുന്നത്, ഈ ഗസലിലൂടെ അവതരിപ്പിക്കുന്നത്, കവി അവതരിപ്പിക്കുന്നത്. ഇഷ്ക് കി കഹാനി ഹേ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇഷ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്നേഹമാണല്ലേ. അപ്പോൾ ഗസൽ മേ ആഷിഖ് ഉണ്ടാകും, അവിടെ ഒരു കാമുകനുണ്ടാകും. ഗസലിൽ ഏക് ആഷിഖി ഔർ ആഷിഖ് ഔർ ആഷിഖി, ഒരു കാമുകനും അല്ലെങ്കിൽ ഒരു കാമുകിയും എന്തുണ്ടാവും? അതിൽ ഹോത്തേ ഹേം ഉണ്ടാകും. അതേപോലെ എന്താണ് നെക്സ്റ്റ് പോയിന്റ്? ഗസൽ കെ പഹ്ലെ ഷീർ കോ മത്ലെ കഹാ ജാതാ ഹേ. ഗസലിൻ്റെ ആദ്യ വരിയെ നമ്മൾ എന്ത് പറയും? മത്ലഹ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഗസലാണ് ദിൽഹി തുഹേ നസംഗ് വഹിസ്ത് ദർദ് സേ ബർന ആയേം ക്യൂം എന്ന് തുടങ്ങുന്ന ഈ ആദ്യ വരിയെ നമ്മൾ എന്ത് പറയും? മത്ലഹ് എന്ന് പറയും. ഗസലിൻ്റെ ആദ്യ വരിയെ നമ്മൾ എന്ത് പറയും? മത്ലഹ് എന്ന് പറയും. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് എന്താണ്? ഗസൽ കെ ആഖിരി ഷീർ കോ മക്തഹ് കഹ്തേ ഹേ. ഗസലിൻ്റെ അവസാന വരിയെ മക്തഹ് എന്ന് പറയും. ഗസലിൻ്റെ അവസാനത്തെ വരിയെ എന്ത് പറയും? മക്തഹ് എന്ന് പറയും. അവിടെ ഷാഹിർ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും? ഗസൽ കെ ആഖിരി ഷിഹർ മേ, അവസാനത്തെ വരിയിൽ കവി അപ്നെ നാം ഹോത്തേ ഹേ, തൻ്റെ ചുരുക്കപ്പേര് കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ദിൽഹി തുഹേ എന്ന ഗസലിലൂടെ ലാസ്റ്റിൽ ഖാലിബിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതിന് പറയുന്ന പേരാണ് നമ്മളെന്ത്? മക്തഹ് എന്ന്. അപ്പോൾ മത്ല എന്നാൽ പഹല ഷിഹറിനാണ്. ആഹിരി ഷിഹർമേ, അവസാനത്തെ വരിയിൽ ഷാഹിർ തൻ്റെ ചുരുക്കപ്പേര് കൊണ്ടുവരുന്ന വരിയെ നമ്മൾ എന്ത് പറയും? മക്തഹ് എന്ന് പറയും. ഗസലിൻ്റെ ആദ്യത്തെ വരിക്ക് മത്ല എന്ന് പറയും, അവസാനത്തെ വരിക്ക് എന്ത് പറയും? മക്തഹ് എന്ന് പറയും. അതേപോലെ ഗസലിലെ പ്രശസ്തരായിട്ടുള്ള കവിമാരാണ്, ഷായിർമാരാണ് ആലിബ്. അതേപോലെ മീർ ഗസലിൻ്റെ ബാദുഷാഹ്, ഗസൽ കാ ബാദുഷാഹ് എന്നറിയപ്പെടുന്നുണ്ട്. ജിഗർ, അതിൽ ബോയിറ മഷൂർ ഗസൽ കോ ഷാഹിർ, ഇതെല്ലാം ഗസലിൻ്റെ കവിമാരാണ്. ആരൊക്കെയാണ്? ആലിബ്, മീർ, ജിഗർ. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ ഗസലിലെ 3 കവിമാരുടെ പേര്. അതേപോലെ മുഹമ്മദ് റഫീ, അതേപോലെ മെഹദി ഹസൻ, ഉലാം അലി, വൈറ മഷൂർ ഗസൽ ഗലോഗാർ ഹേ. ഗലോഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗസൽ ഗലോഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗസൽ പാടുന്ന ആളുകളാണ്.
മുഹമ്മദ് റഫിയും മെഹദി ഹസനും ഗുലാം അലിയൊക്കെ ഗസൽ പാടി അവതരിപ്പിക്കുന്ന ആളുകളാണ്. ഗസൽ കോഗലോഗാർ എന്ന് നമ്മൾ പറയുന്നുണ്ട് ഇവരെ, മുഹമ്മദ് റഫി, മെഹദി ഹസൻ, ഗുലാം അലി. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഗസൽ എന്ന പാഠഭാഗത്തു നിന്ന് ഗസലിൻ്റെ വിഷയത്തിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ല മക്കളെ? ഓക്കെ, ഗസൽ സബ്കോ പസന്ത് ഹെ, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എഴുതാം. ഗസൽ ബഹുത്ത് ഹൂബ്സൂറത്ത് ഷാഹിരി സിൻഫ് എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് അറിയുന്ന ഹൂബ്സൂറത്തും പസന്തും ഗസൽ സബ്കോ പ്യാരാ ഹെ എന്നുള്ള വേർഡൊക്കെ എഴുതി വെക്കാം. പക്ഷെ ഈ കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം, ഇത്തരത്തിലും ചോദ്യം വരാം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ആരും എന്ത് ചെയ്യരുത്, ഈ ഒരു മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഓക്കെ.